ഒരു കാര്യം മാത്രം ഞാനിപ്പോ ചേച്ചിയോട് പറയാം. ഇനി എന്നെ ഉടുത്തൊരുക്കി മണ്ഡപത്തിലേക്ക് കയറ്റുന്നത് ഈ പറഞ്ഞ ഫ്രോഡിന് വേണ്ടിയാണെങ്കിൽ അത് ഈ അനിയത്തിക്കൊരു പട്ടട ഒരുക്കിയിട്ടാവണം. അച്ഛന്റെ അടുത്തേക്ക് ഞാനും പോവും, അതേ വഴിയിൽ തന്നെ. ഈ വീട്ടുകാരോടുള്ള ചേച്ചിയുടെ പ്രതികാരം എന്റെ മരണത്തോടെ തുടങ്ങാൻ ചേച്ചിക്ക്. അർച്ചനെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ട് അടുത്തി. എന്ത് പ്രശ്നം? നിന്നെ ആരേലും വല്ലതും പറഞ്ഞോ? പ്രശ്നം എനിക്കല്ല, അനഘയ്ക്കാം. ആ, അവൾക്കല്ലെങ്കിലും പ്രശ്നമാണല്ലോ. അവളുടെ പ്രശ്നം തീർക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അവളെ എവിടെയെങ്കിലും പിടിച്ചു കെട്ടിയിട്ട് നല്ല പുളിമാറിനടിക്കണം. അപ്പ തീർന്നോളൂ അവളുടെ പ്രശ്നമൊക്കെ. അല്ല, എന്താ അവളുടെ പുതിയ പ്രശ്നം? അവന്തിയെടുത്ത് അനഘയെ ആരെയോ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോവാ. അടിപൊളി. അവക്ക് ഇനി ഒരു ഭർത്താവിന്റെ കുറവും കൂടിയേ ഉള്ളൂ. ഏതവനാണാവോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അവന്തിക അവളുടെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അനക്കെ അവര് കെട്ടിക്കോ നടത്തുവോ അതൊക്കെ അവരുടെ കാര്യല്ലേ. അവൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കെട്ടിപ്പോകാൻ നീ പ്രാർത്ഥിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇതങ്ങനെയല്ല എടുത്തി. അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെയോ കൊണ്ടാ എടുത്ത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവന്തിയെടുത്തോട് അവളത് പറഞ്ഞ് കരയുന്നത് കേട്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അച്ചു ഈ പറഞ്ഞതില് എനിക്ക് ഒരു പാവവും തോന്നുന്നില്ല. ഏത് കൊള്ളരുതായ്മയ്ക്കും ചേച്ചിയുടെ കൂടെ നിൽക്കുന്നവളല്ലേ. ആ ചേച്ചി കാരണം തന്നെ അവക്ക് പണി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ദേ, അപ്പോഴെങ്കിലും അനഘ മനസ്സിലാക്കട്ടെ, കൂടപ്പിറപ്പിന് ഒരു മടിയില്ലാതെ അവന്തിക ചതിക്കൊന്നു. നീ അവര് പറയുന്നത് കേട്ട് ടെൻഷൻ ആവാൻ വരട്ടെ. ദേ, ഇനി നീ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേച്ചി അനിയത്തിയും പറഞ്ഞതാണോന്നും അറിയില്ല. കള്ളക്കൂട്ടങ്ങളാ രണ്ടും. എടുത്തിക്ക് അറിയാലോ എന്നെ. ഇങ്ങനെ എന്തേലും കേട്ടാ ഞാൻ പിന്നെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്ന? നമ്മുടെ ആതിരയെ സ്നേഹം പോലെ ഒരു പെൺകുട്ടിയല്ലേ അനഘയും. അവരുടെ വാക്ക് കേട്ട് കൂടെ നിന്ന് പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഇപ്പൊ അവള് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ ശരിക്കും വിഷമം തോന്നി. അവന്റെ അടുത്ത് ഈ വിവാഹം നടത്തിയ മരിച്ചു കളയുന്ന അവൾ അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയത്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ നമ്മൾ സമാധാനത്തിൽ ഇരിക്കുന്നത്? ആതിരയെ അജയന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും തീരുമാനിച്ചപ്പോൾ ആതിരയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ അനഘയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരെയും വിവാഹം കഴിപ്പിക്കാനാണ് എടുത്തിയുടെ ശ്രമം. ആ ശ്രമത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ഇത് അനഘയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതോ അവന്തികയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണോ? അനഘയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ.
സന്ദീപിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവനെ ഒരുപാട് സ്നേഹിച്ചവളാ അനഘ. അവനെ അവൾക്ക് കിട്ടിയില്ല. നമ്മളാരും അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ആ ദേഷ്യത്തിലാ അനഘ ഇപ്പോഴും. നീ എന്തായാലും ആ വിവാഹം മുടക്കാൻ തീരുമാനിച്ചെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ അവളെ ഒന്ന് വാച്ച് ചെയ്യട്ടെ. ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. ദേ, ഇതൊക്കെ ഉള്ളതാണോന്ന് അറിഞ്ഞിട്ട് മതി ഇതിന്റെ പുറകെ പോകുന്നത്. അതെ, അഥവാ ഇതുള്ളതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അവന്റെ അടുത്തിടെ ഒരു പ്ലാനിങ് നടക്കാൻ പോകുന്നില്ല. ഇഷ്ടമില്ലാത്ത ആരെയും അനക്ക് വിവാഹം കഴിക്കാനും പോകുന്നില്ല. ഇല്ല, എനിക്കവനെ കല്യാണം കഴിക്കണ്ട. പക്ഷെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ആരോടും പോയി സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. എന്തൊരു ചൂട്. നല്ല കരച്ചിലാണല്ലോ. അച്ചു എന്നോട് എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇങ്ങോട്ട് പറയട്ടെ. കാര്യം മീരേച്ചിയോട് പറഞ്ഞാലോ? വേണ്ട, ഞാൻ ഒരുപാട് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ദേഷ്യം കാണും. എന്തിനാ കരയുന്നേ? എന്തായാലും പറഞ്ഞാലോ? ഇവരെ ഒരു സ്ത്രീയല്ലേ. ഓ, പറയാൻ താല്പര്യമില്ലായിരിക്കും. ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയാത്തത്. അച്ചു പറഞ്ഞ് ഞാൻ അറിഞ്ഞ വിവരം മറച്ചു വെച്ചേക്കാം. കൂടുതൽ വിഷമിപ്പിക്കണ്ട. ഇന്നും നാളെ ഞാൻ ഓഫീസിലുണ്ടാവില്ല. നാളെ വൈഫിനെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം. പിന്നെ സൈറ്റിലെ കാര്യങ്ങൾ കൂടി നോക്കണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിനോദ് വിളിച്ചാൽ മതി. എന്താ അനക്ക, എന്തിനാ കരയുന്നേ? എന്തു പറ്റി? താൻ കരയാതെ ആദ്യം കാര്യം എന്താന്ന് പറയും. സന്ദീപ് എന്നെ ഒന്ന് സഹായിക്കണം. ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക ഞാൻ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്റെ അനുവാദം ഇല്ലാതെ
എനിക്കിഷ്ടമല്ലാത്തൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുക അവന്തി ചേച്ചി. ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി കേൾക്കുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സന്ദീപിനോടല്ലാതെ ഈ വീട്ടിൽ ആരോടും അത് പറയാൻ എനിക്ക് ധൈര്യമില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ചേച്ചിയെ പിന്തിരിപ്പിക്കണം. ഈ വിവാഹം നടക്കുന്ന സ്ഥിതി വന്ന ഞാൻ ചത്തുകളയും. എടോ, താൻ വിഷമിക്കണ്ട. അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം അവന്റെ അടുത്ത് എങ്ങനെ നടത്തും? ഞാനൊന്ന് സംസാരിക്കട്ടെ എടുത്തിയായിട്ട്. നമ്മൾ പറഞ്ഞാലൊന്നും ചേച്ചി കേൾക്കില്ല സന്ദീപ്. ചേച്ചി ഇത് നടത്തും. നിവർത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇത് വന്ന് സന്ദീപിനോട് പറയുന്നു. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. അനക്ക് എടോ, താൻ കരയാതെ. നോക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താനിത്തിനെ കരയാൻ മാത്രം ഒന്നും ഇല്ല ഇവിടെ. ഏട്ടത്തി വിവാഹം ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് തടയാം. എടോ, താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ. താൻ പേടിക്കണ്ട, ഞാനായിട്ട് തന്നെ എല്ലാം ശരിയാക്കാം. നാളെ ആതിര അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിന്റെ തിരക്കൊക്കെ കഴിയട്ടെ. അതുവരെ തന്നെ എനിക്ക് സാവകാശം താ. അത് കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ, പോരെ? ഇനി ഇതും പറഞ്ഞ് താൻ കരയരുത്. സന്ദീപിനെ വിശ്വസിച്ച് ഞാനിപ്പോ ജീവിക്കുന്ന. സന്ദീപ് അല്ലാതെ വേറെ ആരുമില്ല എനിക്കിപ്പോ. മനസ്സിലായി? ഞാനറിയാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ? അത് ശരി. എടോ, താനിപ്പോ പോയിട്ട് സമാധാനമായിട്ടിരിക്കാം. എല്ലാം നമുക്ക് ശരിയാക്കാം. ധൈര്യമായിട്ട് ചെല്ലടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. ചെല്ലടോ.
ഡോക്ടർ, നന്ദേട്ടന് ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവന്തികയുടെ ആരോഗ്യത്തെപ്പറ്റി അറിയാനാണെങ്കിൽ ഞാനിപ്പോൾ അകത്ത് പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. ആതിരയെ പറ്റിയാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്താൽ മതി. അതായത് സന്ധ്യ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇറങ്ങട്ടെ അർച്ചന? അല്ല ഡോക്ടർ, സന്ധ്യ ഒന്ന് കണ്ട് സംസാരിക്കണം. പറ്റുമെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ധനുഷ്, എനിക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോകണമായിരുന്നു. ഞാൻ സച്ചിയെ വിളിച്ച് പറയാം. ധനുഷിനെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയിക്കോളാം. ശരി സർ. ആ, ആ സച്ചി, നീ എവിടെയാ? ഞാൻ ദേ ഓഫീസിൽ നിന്ന് ഇറങ്ങി. നീ ഒരു കാര്യം ചെയ്യ്, ധനുഷിനെ ഞാനിവിടെ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് ഇറക്കിയേക്കാം. വരുന്ന വഴിക്ക് നീ ധനുഷിനെ കൂടി ഒന്ന് പിക്ക് ചെയ്യണം. എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്, അതാ. ആ ശരി ചേട്ടാ. ഓക്കെ. ഓക്കെ, സച്ചി വന്ന് പിക്ക് ചെയ്തോളൂ. ഓക്കെ സർ. ശരി. സന്ധ്യയോടൊരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ കരുതുന്നു. നന്ദ, ഞാൻ ആദ്യമേ ഒരു കാര്യം നന്ദനോട് പറയാം. എനിക്ക് നന്ദനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന ആ വലിയ മനുഷ്യന്റെ മൂത്ത മകനെന്ന രീതിയിലുള്ളതാ. എനിക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാ. അതുകൊണ്ട് മാത്രമാണ് നന്ദൻ എന്നെ പലതവണ വിളിച്ച് ആവശ്യപ്പെട്ട കാര്യത്തിന് ഞാനിപ്പോൾ തയ്യാറായത്. എനിക്ക് സന്ധ്യയോട് പറയാനുള്ളത് സന്ധ്യയുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ്. അതങ്ങനെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ എന്നിൽ നിന്ന് മനഃപൂർവ്വമായി സന്ധ്യ അകൽച്ച കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ശരി നന്ദ. കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കാരണം നന്ദന് തന്നെ അറിയാലോ. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നും എനിക്കറിയാം. നന്ദനൊരു ഭാര്യയുണ്ട്. അന്ന് അവന്തികയ്ക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നന്ദന്റെ കുഞ്ഞിനെ അവന്തിക പ്രസവിക്കുമായിരുന്നു. എനിക്കറിയാം നന്ദൻ എന്നെ കാണണമെന്ന് പറഞ്ഞതും സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും എന്തുകൊണ്ടാണെന്ന്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാ. ഒരു പെണ്ണ് ഗർഭിണിയാവുമ്പോൾ അവളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്കറിയാം. ഞാനതെല്ലാം ഇപ്പോഴും നേരിട്ട് കാണുന്നതുമാണ്. അവന്തിക എത്ര തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും അവളൊരു സ്ത്രീയല്ലേ. ഗർഭിണിയായതിൻ്റെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും സന്തോഷം അവളിൽ ഉണ്ടാവും. നിങ്ങൾക്കിടയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞ് വരുമ്പോൾ ഈ അവസ്ഥയൊക്കെ മാറും. നന്ദന് അവന്തികയോടുള്ള ദേഷ്യത്തിന് അയവ് വരികയും ചെയ്യും. തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ എന്ന പരിഗണന അവളിൽ തോന്നുകയും ചെയ്യും. ചിലപ്പോൾ തിരിച്ചും അവന്തികയുടെ സമസ്ത അപരാധങ്ങൾക്കും ഒരു മാപ്പ് പറഞ്ഞ നന്ദന് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ നന്ദ, എന്തിനാ അതൊക്കെ? ഞാനൊരു ഡോക്ടറാ. നന്ദൻ അറിയപ്പെടുന്നൊരു ബിസിനസ്മാനും. ചില കോളേജ് പിള്ളേരുടെ ലെവലിലേക്ക് നമ്മൾ പോണോ? നന്ദൻ തന്നെ പറയേ. ഇതൊക്കെ പറയാൻ തന്നെയാ ഇപ്പൊ ഞാൻ കാണാൻ സമ്മതിച്ചത്. അതുകൊണ്ട് എന്റെ അകൽച്ച നന്ദൻ കാര്യമൊക്കെ ഉണ്ട്.
ഫാമിലി ഡോക്ടർ, അല്ലെങ്കിൽ സേതു അച്ഛന്റെ കാരുണ്യത്തിൽ വളർന്ന ഒരു മകൾ. അത്രയൊരു ബന്ധം മതി നമ്മൾ തമ്മിൽ. അതിൽ കൂടുതൽ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരോ.